ഹായ് ഫ്രണ്ട്സ്, കുഞ്ഞൂസ് എന്ന എൻ്റെ കുഞ്ഞു ചാനലിലെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു കൊച്ചു ഹെൽത്ത് ടിപ്പുമായിട്ടാണ്. ഒരു ഹോം റെമഡി എന്ന് വെച്ചാൽ ഒരു കിഡ്നി സ്റ്റോണിന് നമ്മൾ എന്ത് കഴിച്ചാൽ നമുക്ക് പാർശ്വഫലങ്ങളില്ലാത്ത എന്ത് കഴിച്ചാൽ നമുക്ക് കിഡ്നി സ്റ്റോൺ മാറും എന്നതിനെക്കുറിച്ച് പറയാനും ഞാൻ എന്ത് കഴിച്ചപ്പോഴാണ് എൻ്റെ കിഡ്നി സ്റ്റോൺ മാറിയത് എന്നെക്കുറിച്ച് പറയാനുമാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത്. ഏകദേശം 3-4 മാസത്തിന് മുമ്പ് എനിക്ക് കിഡ്നി സ്റ്റോണിൻ്റെ പ്രശ്നത്തിൽ ഭയങ്കര വയറുവേദന വന്ന് സ്കാൻ ചെയ്തപ്പം എൻ്റെ ലെഫ്റ്റ് കിഡ്നിയിൽ ഏകദേശം 3.1 അത്രയും മില്ലിമീറ്റർ അത്രയും അളവിൽ നമുക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതിയായ വേദന കാരണം നമുക്ക് വളരെ ഞാൻ കഷ്ടപ്പെട്ടു. ഈ കിഡ്നി സ്റ്റോണിൻ്റെ വേദന ഭയങ്കര വേദനയാണ്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ടാബ്ലറ്റ് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് ടാബ്ലറ്റ് കഴിക്കാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട്. എനിക്ക് അൾസറിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ടാബ്ലറ്റ് കഴിക്കാൻ പാടാണ് എനിക്ക്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ഒരു ഫ്രൂട്ട് കഴിച്ചാൽ ഈ കിഡ്നി സ്റ്റോൺ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മാറിക്കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം അത് കാര്യമായിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഈ ഫ്രൂട്ട് വാങ്ങി. ഇത് പിയർ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണേ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നാട്ടിലൊക്കെ നമുക്ക് സുലഭമായിട്ട് കിട്ടും. ഇവിടെ നന്നായിട്ട് ഇവിടെ എല്ലാ കടകളിലും നമുക്ക് കിട്ടുന്നതാണ്. നാട്ടിലും നമുക്ക് കിട്ടും. പിയർ എന്നാണ് അതിൻ്റെ പേര്. നമ്മുടെ നാട്ടിൽ സബർ ജെല്ലി പോലൊരു കായാണ്, അതേ ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് ദിവസം ഞാനൊരു 3 വെച്ച് കഴിച്ചു. 3 വെച്ച് കഴിച്ചതിന് ശേഷം ഒരു 2-3 ദിവസം എനിക്ക് യാതൊരു കുറവും എനിക്ക് അത്ര അങ്ങോട്ട് ഫീൽ ചെയ്തില്ല. ഒരു 7 ദിവസം ഞാനിത് കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് വേദന മാറി. ഞാനങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 1 മാസം കഴിച്ചു. 1 മാസം ഇത് കഴിച്ചതിന് ശേഷം ഞാൻ വീണ്ടും ഒന്ന് സ്കാൻ ചെയ്തു. വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് അത് 2.8 വന്നു. 3.1 ആയിരുന്നു, 2.8 വന്നു. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2-3 മാസം ഇത് ഞാനങ്ങ് കഴിച്ചു. കഴിച്ചതിന് ശേഷം വീണ്ടും ഞാൻ ഒരു 2 മാസം കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അതിൽ നല്ല കുറവുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടും മാറാൻ ഈ ഒരു ഫ്രൂട്ട് മതി എന്നുള്ളത് എനിക്ക് നന്നായിട്ട് മനസ്സിലായതിന് ശേഷം ഞാനിത് മാത്രമാണ് കഴിക്കാറുള്ളത്. ശരിക്കും വെള്ളവും കുടിക്കും. അപ്പോൾ എൻ്റെ കിഡ്നി സ്റ്റോൺ മാറിയത് ഈ ഒരു ഫ്രൂട്ട് വെച്ചാണെന്ന് നമ്മൾ പറയുമ്പോൾ പലർക്കും ടാബ്ലറ്റുകളോ മരുന്നുകളോ കഴിക്കാതെ തന്നെ എന്നെ പോലുള്ള അവസ്ഥയുള്ളവർക്ക് ഇത് കഴിച്ചാൽ, ടാബ്ലറ്റ് കഴിക്കാൻ പറ്റാത്തവർക്ക് ഇത് കഴിച്ചാൽ മാറുമെന്ന് പറയുന്നത്, അങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് എനിക്ക് ഒരു പ്രയോജനം കിട്ടിയ ഒരു ടിപ്പ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ ഈ കിഡ്നി സ്റ്റോൺ ഉള്ളവർ ഈ ഫ്രൂട്ട് കണ്ടിന്യൂസ് 1 മാസം കഴിക്കുക. അന്ന് സ്കാൻ ചെയ്ത പോലെ തന്നെ വീണ്ടും ഇത് കഴിച്ചതിന് ശേഷം സ്കാൻ ചെയ്ത് നോക്കുക. നല്ല വ്യത്യാസം കാണും. ഇത് ഞാൻ വെറുതെ കള്ളം പറയുന്നതല്ല, എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ പിയർ എന്ന് പറയുന്ന ഫ്രൂട്ട് എവിടെ കണ്ടാലും മേടിച്ചോളി. ഞാനിങ്ങനെ മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുകയാണ്. കാരണം ഈ കിഡ്നി സ്റ്റോണിൻ്റെ വേദന എപ്പോഴാണ് കൂടുക, കിഡ്നി സ്റ്റോൺ വീണ്ടും എപ്പോഴാണ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഈ കിഡ്നി സ്റ്റോൺ ഉള്ളവർക്കും അതിൻ്റെ വേദന അനുഭവിക്കുന്നവർക്കും ഞാനൊരു പ്രതിവിധിയായിട്ട് പറഞ്ഞു തരുവാണ്. എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത്. അപ്പം നിങ്ങളിത് പരീക്ഷിക്കുക. നല്ല വ്യത്യാസം വരും. അത് 100% ഉറപ്പാണ്. അപ്പം വീണ്ടും ഒരു ടിപ്പുമായി ഞാൻ വീണ്ടും വരും. അടുത്ത വീഡിയോയിൽ നമ്മൾ കാണും വരെ ബായ്.